ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കരിക്കിലെ ലോലൻ്റെ ഫോൺ അടക്കം അടിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ സാംസങ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റ് ഒന്നും ചെയ്യാതിരിക്കുക. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇത്. ഈ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ചിലപ്പോൾ ബീറ്റ വേർഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ബീറ്റ വേർഷൻ അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് സീരീസിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ വേർഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഫോണിൻ്റെ പെർഫോമൻസ് പോകും. കാരണം അതിൽ കുറേ ബഗ് ഉണ്ടാവും, ഇത് പറഞ്ഞ പോലെ സ്ക്രീനിൽ ലൈൻ ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ബീറ്റ വേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് കുറയും. കാരണം ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളുടെ വിചാരം ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ ആളുകൾക്കും ഫീച്ചേഴ്സ് കുറച്ച് നേരത്തെ യൂസ് ചെയ്യാനുള്ളൊരു സാധനമാണെന്നുള്ള സംഭവമാണെന്നാണ്. സത്യത്തിൽ ഇങ്ങനെയല്ല ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞാൽ. ബീറ്റ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ബീറ്റ വേർഷൻ എന്ന് പറയുന്നത്. അത് ഡെവലപ്പർമാരായിട്ടുള്ള ആളുകൾ അത് അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ട് എന്തെങ്കിലും ബഗ് ഫിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. അതേപോലെ ക്രിയേറ്റേഴ്സിട്ടുള്ള ആളുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊരു ഗുണമായിരിക്കും. ഇപ്പോൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾ ചിലപ്പോൾ EMI ഒക്കെ അടച്ചിട്ടായിരിക്കും ഒരു S23 Ultra എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ S23 Ultra അല്ലെങ്കിൽ സീരീസിലുള്ള S23, S22 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ വേർഷൻ അപ്ഡേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല ഫോണിൻ്റെ പെർഫോമൻസ് പോകും. 2-3 S23 Ultra ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തോളി, ഒരു കുഴപ്പമില്ല. കാരണം വേറൊരു ഫോൺ നിങ്ങൾക്ക് കയ്യിലുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ആകെയുള്ളൊരു ഫോണാണ് S23 Ultra ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യരുത്. കാരണം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഫോണ് പിന്നെ നിങ്ങൾക്ക് നല്ലൊരു യൂസേജ് നിങ്ങൾക്ക് ആ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നില്ല, നല്ലൊരു പെർഫോമൻസ് ആ ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അപ്ഡേറ്റ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് തീരെ ചെയ്യേണ്ടെന്നല്ല, ചില സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫോൺ ചെയ്തിരിക്കണം. ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള ചില അപ്ഡേറ്റുകളൊക്കെ അല്ലെങ്കിൽ ചില ഫ്യൂച്ചർ ഇപ്പോൾ ചില OS അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ, UI അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് സ്റ്റേബിൾ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ബഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് തന്നെ പോകും. ഇപ്പോൾ ഇനി സ്റ്റേബിൾ അപ്ഡേറ്റിൽ ഒരു ബഗ്ഗും വരില്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഏറെക്കുറെ ബഗ് മൊത്തം ഫിക്സ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റേബിൾ അപ്ഡേറ്റ് ഒക്കെ വരിക. അപ്പോൾ നിങ്ങളെല്ലാ ആളുകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇതുപോലെ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ളതും സ്മാർട്ട് ഫോൺ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.